എടാ അതെ, മമ്മൂക്ക വരുമ്പോ നമുക്ക് എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? നീ പറഞ്ഞ ആ മന്ത്രിയെ കൊണ്ടുവരെ മാറ്റിച്ചില്ലടാ. നീ ആ പാവ മനുഷ്യനെ കൊണ്ട് തീയിക്കാൻ പുള്ളിയുടെ വാങ്ങിച്ച് കഴിക്കണോ? മട്ടൻ ബിരിയാണി വേണ്ട, ചിക്കൻ ബിരിയാണി മതി. ദിവസം വൈറലായ ഒരു കുട്ടി ഉണ്ടായിരുന്നു, നമ്മുടെ മന്ത്രി വീണ ജോർജ് വരെ ബിരിയാണി നമ്മുടെ അംഗനവാടിയിൽ കൊണ്ടുവന്ന നമ്മുടെ ശംഖുവിനെ ഒന്ന് സ്റ്റേജിലോട്ട് വിടുവോ? കിട്ടിയോ? ഉള്ളവനോ? ഇഷ്ടായോ ബെർണാണി? ബെർണാണി പൊഴിച്ച കോഴി. ഓക്കെ, താങ്ക് യു. വന്ന് എന്റെ അടുത്ത് പറഞ്ഞ മമ്മൂട്ടിയെ കാണണമെന്നാണ്. മമ്മൂക്കാന്ന് പോലുമല്ല പറഞ്ഞത്. ഒരേ പ്രായമല്ലേ? ഒരു പിക്ചർ. Thank you. And of course, all the people who have come from different parts of the world. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പല ബിരിയാണി എന്നറിയപ്പെടും അതല്ലോ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ആരെങ്കിലും ബിരിയാണി പൊളിച്ച കോഴി തന്ന കഴിച്ച മാമൻ വല്ലതും തന്നായിരുന്നോ അതോ മാമ കൈ കൊണ്ട് നടക്കുന്നേ ഉള്ളൂ? മോന്റെ പേരും പറഞ്ഞ് മാമൻ എവിടെ നിന്നൊക്കെ ബിരിയാണി കഴിച്ചു? വീട്ടിൽ നിന്നും പുറത്തുനിന്നും ഈ കൊച്ചിനെ കൊണ്ടു നടന്ന് കാണിച്ച് ബിരിയാണി കഴിക്കുന്ന കച്ചുമലനാണ്. പേടിപ്പിച്ച ഏത് കൊച്ചുമല്ലെന്ന് പറയില്ലേ? മമ്മൂക്ക തന്നെ പാടിയ പാട്ടാണ്. ശംഖു ചെയ്ത ഒരു കുഞ്ഞു വീഡിയോ, അത് നേരത്തെ അഭിനന്ദയൊക്കെ പറഞ്ഞതിന്റെ കറക്റ്റ് സിമ്പിളാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ മുമ്പിൽ തന്നെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് കേട്ടോ. അതിൽ ഏത് എപ്പോ വൈറലാവുമെന്ന് നമുക്കറിയില്ല, പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ കുഞ്ഞു കുട്ടിയുടെ ഇന്നസെൻസിന് ഒരു മന്ത്രിസഭ വരെ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ സച്ച് എ ബിഗ് തിങ്. അതാ ബിരിയാണിയുടെ ഏറ്റവും വലിയ വേദിയിൽ നമുക്ക് കൊണ്ടുവന്ന് ആ ഒരു അംഗീകാരം കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. കയ്യടി കൊടുക്കാൻ പുള്ളിക്കാരന്റെ വലുതായിട്ട്. അതെനിക്കറിഞ്ഞൂടാ, വരുന്ന പറഞ്ഞേ വരുമായിരിക്കും. അതെ, പറഞ്ഞ സമയത്ത് ചോദിക്കാം. മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ? ചിക്കൻ ബിരിയാണിയോടുള്ള ഏറ്റവും നല്ല സാധനം ഏതാ? അതറിയാം. മമ്മൂക്കയുടെ ഏറ്റവും നല്ല സിനിമ കണ്ടിട്ടുള്ള ചിക്കൻ ബിരിയാണിയോട് പൊരിച്ച വഴിയാണ് നല്ലതെന്ന് അറിയാം അല്ലെ? ആ, അച്ഛനമ്മ വന്നിട്ടുണ്ടോ അവിടെ? അവരാണോ പറഞ്ഞത് ഈ ബിരിയാണി ചോദിക്കണം എന്നുള്ളത്? അച്ഛനമ്മയുടെ ഒന്ന് എഴുന്നേറ്റ് ഒരു വേദിയിലോട്ട് ഒരു ചോദിക്കോ.
നിങ്ങള് മോന് ബിരിയാണി കൊടുക്കാത്തത് കൊണ്ട് അത് ഒരിക്കൽ കഴിപ്പിച്ച് ഇഷ്ടപ്പെടിച്ചത് കൊണ്ട് ഇന്ന് കേരളത്തിലെ അങ്കവാടിയിൽ എല്ലാരും അംഗനവാടിയിലുള്ള എല്ലാരും ഉപ്പുമാവിന് വരെ ബിരിയാണി കഴിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അല്ലേ? ഒരിക്കലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിലൊന്നും ഇത് ഇല്ലാത്തതിൽ ഒരു വിഷമം തോന്നുന്നില്ലേ? വിഷമമുണ്ട്, ശരിയും വിഷമമുണ്ട്. ആണോ? ഖത്തറിൽ ഇരുന്നപ്പോ വിചാരിച്ച മോൻ ഇങ്ങനെ വൈറലാകുന്നുള്ളത് ഇത് എപ്പോഴാ കണ്ട? വീഡിയോ എപ്പോഴാ കണ്ട? ഇതെനിക്ക് വൈഫ് എനിക്ക് വീഡിയോസ് അയച്ച് തരുന്നതാണ്. ആ സെയിം ടൈമിൽ തന്നെ ഇത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ്. അങ്ങനെയുള്ളതാണ് ഇത് വൈറലായത്. ഇനി ബ്രാൻഡ് അംബാസിഡർ നടക്കാം. Okay, big round of applause for the family. Thank you everyone. Thank you. Please, thanks a lot.